വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് മുൻകരുതലുകളോടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരുപാട് നാളത്തെ ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഞങ്ങൾക്ക്. അതെല്ലാം സീരിയലിലൂടെ നിങ്ങൾക്ക് കാണാം. നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുമ്പോ ഇനി അങ്ങോട്ടുള്ള കഥയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പിരിമുറുക്കവും ശക്തിയുണ്ട്. ഇത് വെറുതെ പറയുന്നല്ല കേട്ടോ. ആ ഒരു ത്രില്ലോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടെന്ന് പറയാറില്ലേ? അതെ, കണ്ട പാതിയേക്കാൾ മനോഹരമാണ് കാണാത്ത പാതി. പറഞ്ഞു നീട്ടുന്നില്ല, ഞങ്ങൾ വരികയാണ്. ഒപ്പം ഉണ്ടാവണം നിങ്ങളും നിങ്ങളുടെ സ്നേഹവും. അപ്പൊ കാണണം. ഞങ്ങളായിരുന്നു ഒക്കെ വെറുതെയാ, വെറും പാഴ് വാക്കുകള്. ഗംഗേ, നീ ഇറങ്ങിക്കോണേ ഇവിടുന്ന്. ഇറങ്ങാൻ. ഇനി എനിക്ക് ആരുടെ ഒരു ഉപദേശവും കേൾക്കണ്ട. ഗംഗേ, get out I say. ആന്റി, ഇനി നിൽക്കുന്നത് അത്ര പന്തിയല്ല, അവളാകെ വയലന്റാ. ഇറങ്ങി പോകാൻ. ക്ഷീണിച്ച് നിക്കല്ലേ അവള്. ഇപ്പൊ പച്ച വെള്ളം പോലും കൊടുക്കരുത് അവക്ക്. അല്ലെങ്കിൽ തന്നെ ഇന്നിത്തിരി കൊഴുപ്പ് കൂടി തലയ്ക്ക് പിടിച്ച് നിക്ക അവള്. അതിന്റെ കൂടെ ഇനി സൂപ്പോടെ കുടിച്ചാ അവള് ബോധം കെട്ട് വീഴും. മാഡം, അത് കൊണ്ടുപോടി. ഏതായാലും കൊണ്ടുവന്ന അന്ന മടക്കി കൊണ്ടുപോകാൻ പാടില്ലെന്നാ. അന്ന നിഷേധിക്കുന്ന ദോഷമല്ലേ. ഇനി തന്നേക്കേ. ഇപ്പൊ പ്രിയങ്ക വിമാനത്തിലായിരിക്കും, അതാ വിളിച്ചിട്ട് കിട്ടാത്തത്. ശ്രീനേട്ടാ, ഇവിടെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. എല്ലാത്തിനും തടസ്സങ്ങളാ. പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങളുടെ അപ്ഡേറ്റ് എനിക്കറിയാം. കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഫോണിലൂടെയുള്ള സംസാരം അപകടം. നമുക്ക് നേരിട്ട് കാണാം. അതുമാത്രമല്ല, നിന്റെ ലക്ഷ്യത്തിലെത്താനായി ചില കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലായാൽ എല്ലാം സക്സസ് ആവും. അതെല്ലാം നേരിട്ട് പറഞ്ഞാലേ ശരിയാവും. അത് വെച്ച് താമസിപ്പിക്കാനുള്ള സമയവുമില്ല. മാഡം, ക്ലീൻ ചെയ്യാൻ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. നിന്റെ വിളിപ്പുറത്തമ്മ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല. വലിയ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കല്യാണി, താലിക്ക് പൊന്നുരുക്കുന്ന സമയത്ത് കല്യാണ പെണ്ണ് പായസം വെക്കണമെന്നല്ലേ? ഗംഗ വെച്ച പായസം തട്ടിക്കമിഴ്ന്ന് പോവുകയും ചെയ്തു. നീ മാത്രമേ കൃത്യസമയത്ത് പായസം വെച്ചുള്ളൂ. സത്യാണ് വലിയ പറയണേ? ആ, സത്യം. ആ താലി കയറാൻ പോകുന്നത് കല്യാണിയുടെ കഴുത്തിൽ തന്നെയാ. ഇപ്പൊ ഉറപ്പായില്ലേ? ചേച്ചി, വലിയ ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ ആന്റി എന്തെങ്കിലും പറയുമെന്ന് കരുതിയ ഞാൻ വേണ്ടാതിരുന്നത്. ആന്റിക്ക് എന്താ അവളെ പേടിയാണോ? മതിയടി എരി തീയിൽ എണ്ണ ഒഴിച്ചത്. അവള് വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പാഴ്വാക്കുകൾ മാത്രം പറയുന്നവളാണെന്ന്, അതായത് പാഴ്ത്തടിയാണെന്ന്. എന്റെ വാക്കുകൾ പാഴ്വാക്കാണോന്ന് ഞാൻ അവക്ക് മനസ്സിലാക്കി കൊടുക്കാം. തൃച്ചംബരത്ത് യഥാർത്ഥ മരുമകൾ സ്ഥാനമുള്ള നന്ദനയെ ഞാൻ പുല്ലുപോലെ ഒതുക്കിയതാ. ഇപ്പൊ ഞാൻ പറയുന്നതേ അവൾ അനുസരിക്കൂ. ഞാനൊന്ന് കടുപ്പിച്ചു നോക്കിയാ അവൾ അവിടെ നിൽക്കും. പിന്നെയാണോ ഇവള്? ആന്റി, ഇവളുടെ ഈ വരവും അത്ര പന്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റി വിഷമിക്കണ്ട, ഏതൊരു കുന്നിനും ഒരു ഇറക്കം കാണുമല്ലോ. ഞാനൊന്ന് നോക്കിയ അവളവിടെ നിൽക്കും. അതൊന്നും സാരമില്ല. വല്ലപ്പോഴൊക്കെ ചെറിയ തീർത്ഥാടനമൊക്കെ ആകാം.
മാത്രമല്ല അഖില ഒറ്റയ്ക്ക് അത് ശരിയാവില്ല. ഹരിദ്വാർ അങ്ങ് ഉത്തരാഖണ്ഡിലല്ലേ അങ്ങളെ? അതെ, ഡെറാഡൂൺ എയർപോർട്ടിൽ നിന്ന് ഒരു മണിക്കൂറിനകത്തുള്ള യാത്രയുണ്ട്. ഒരു 3-4 ദിവസത്തിനകത്ത് ഞങ്ങൾ തിരിച്ചെത്തും. പിന്നെ പ്രധാനമായിട്ട് വന്നത് മറ്റന്നാൾ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യണം. ഇന്ന് തന്നെ അറിയിപ്പ് വേണം. എന്നാ ശരി, ഞാൻ പോകാനുള്ള ഏർപ്പാടാകട്ടെ. ശരി അച്ഛാ. ആന്റി, പതുക്കെ ഒച്ച എടുക്കരുത്. ഇനി എന്റെ ശബ്ദം മാത്രം മതി ഇവിടെ. എന്താ ആന്റി എന്തിനാ അവൾ അടിച്ചേന്ന്? വെറുതെ ഒരു നടയടി. അഖിലാണ്ടേശ്വരിയുടെ ചാർജ് ഏറ്റെടുത്തതല്ലേ, അതിന്റെ വകയിൽ കൂട്ടിയാ മതി. ഓ, ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ശരി, മോള് സമാധാനിക്ക്. ഇഷ്ടമില്ലെങ്കിൽ സമയമുണ്ടെങ്കിലും ചിലര് തിരക്ക് അഭിനയിക്കും. ഈ തിരക്കിന് അവഗണന എന്നൊരു അർത്ഥം കൂടി ഉണ്ടെങ്കിൽ. മോളെ, നീ എഴുതാപ്പുറം ഒന്നും വായിക്കാൻ നിൽക്കണ്ട. നോക്ക്, ആന്റിയും അങ്കിളും ഇവിടെ ഇല്ലാത്തതാ. തിരികെ വരും വരെ മോള് വന്ന സ്ഥിതിക്ക് മരുമകളെയാണ് വീട് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. മോള് വേണം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ. അറിയാമല്ലോ വിലാസിനിയെ, അഖില ഇല്ലാത്ത സമയം നോക്കി ഉണ്ടാക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും അവൾ ഉണ്ടാക്കും. അപ്പോ മോളെ ഫ്ലൈറ്റിന് സമയമായി. അവളെ ഒതുക്കണം. ഏതായാലും നീ ഇപ്പോ അടുപ്പത്തിനും അകൽച്ചയ്ക്കും വഴങ്ങാതെ ഒരു ദൂരത്ത് വേണം നിൽക്കാൻ. നീ അപ്പപ്പോ കാര്യങ്ങൾ അമ്മയെ വിളിച്ചു പറയും. കരുക്കൾ നീക്കുന്ന വിധം അമ്മ പറഞ്ഞു തരാം. അമ്മേ, പടച്ചട്ടയോ പടയാളികളോ ഇല്ലാതെ ശത്രുപാളയത്തിൽ അകപ്പെട്ട അവസ്ഥയാണ് എന്റേതെന്ന് ഓർക്കണം. നീ ആ ചുവരുകൾക്കുള്ളിൽ സുരക്ഷിതയാണെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പാ. വരട്ടെ, നമുക്ക് നോക്കാം. ഈ തൃച്ചംബരത്ത് വിലാസിനിക്ക് മുന്നിൽ അങ്ങനെ ആരും ഇരിക്കണ്ട. ആ കല്യാണി എവിടെ? അടുക്കളയിൽ കാണും. വിളിക്കണോ? വേണ്ട, കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ കൊടുക്കണം. നീ വാ. എന്നാലത് വാ തുറന്നു പറ. മനസ്സിലാവുന്നുണ്ട്. എന്നാലേ ഇതുവരെ നീ ചെയ്ത പാപത്തിന് പരിഹാരമായി 101 ഏത്തുവിടണം. ഇവിടെ എന്റെ മുന്നിൽ. എന്താടി പറഞ്ഞതനുസരിച്ചൂടെ? ഏത്തോടടി. ആഹാ, കല്യാണി, നീ കിച്ചണിലേക്ക് വെക്കോ. നിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ കെട്ടിയവന്റെ വീട് അവളുടെ വീട്. നിന്റെ കല്യാണം കഴിഞ്ഞ നീരജിന്റെ വീടാ നിന്റെ വീട്. ആ
മോളെ അനിയൻകുട്ടിനോട് സ്കൂൾ വിട്ടാൽ നേരെ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? അതെ അച്ഛാ. ആ മോളോട് വൃത്തിയാക്കുമ്പോഴേക്കും അച്ഛനൊന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മയ്ക്ക് ഈ വീടൊക്കെ ഇഷ്ടായോ? ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ഏതായാലും തൃച്ചംബരത്തിന്റെ തൂണുകൾ ഓരോന്നോരോന്നായി ഇളകി തുടങ്ങാനുള്ള സമയമായി. ഒന്നോർത്തോ, ഏത് യുദ്ധത്തിന്റെയും പിന്നിൽ ഒരു ചതിയുടെയോ വഞ്ചനയുടെയോ കഥയുണ്ടാവും. അരവിന്ദ, ഞാനൊന്ന് സംസാരിക്കട്ടെ, ഒരു മിനിറ്റ്. ഹലോ അരവിന്ദ്. ആ പറയൂ. എന്താ ഇത്? ഒന്ന് ചിരിക്കന്റെ കെട്ടിയോളെ. ദേ, ഈ കണ്ണ് കലങ്ങാൻ പാടില്ല. ഈ കാന്തം കടിപ്പിച്ച കണ്ണുകളും ചെമ്പരത്തി പൂ പോലെയുള്ള ചിരിയുവ നിന്നെ എന്റെ സ്വപ്നമാക്കി തീർത്തത്. വലിയുഞ്ഞെ, അഖിലാമ്മയുടെ ശിവരാമൻ സാരം പോയിരിക്കുന്ന ക്ഷേത്രത്തിലെ ദേവന് ശക്തിയും ചൈതന്യവും കൂടുതലാണെന്നാ പറയണേ. അവിടെ അവര് പൂജ നടത്തുന്നത് വലിയുഞ്ഞും ഗംഗയും തമ്മിലുള്ള കല്യാണം മംഗളമായിട്ട് നടക്കാനാ. അതറിയോ വലിയുഞ്ഞിന്? ആ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച പിന്നെ എനിക്ക് നോക്ക്, ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കഴുത്തിൽ കെട്ടേണ്ട പുതിയ താലി. ഇത് ഞാൻ അണിയിക്കാൻ പോകുന്നത് നിന്റെ കഴുത്തിലാ. എന്റെ ഇഷ്ടങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. എന്താ കുഞ്ഞിന്റെ കയ്യില്? ഇതൊരു ഗോൾഡ് കോയിനാ ദാസേട്ടാ. എന്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാ. കല്യാണി ഗോൾഡ് കോയിൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. ഓ, ഞാൻ കരുതി ഇന്നലെ പണിയിച്ച താലിയായിരിക്കും. കുഞ്ഞെ, താലി മഞ്ഞച്ചരലിൽ കൊരുത്ത് പെണ്ണിന്റെ കഴുത്ത് കെട്ടുമ്പോ അച്ഛനമ്മമാരുടെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാ ബന്ധങ്ങൾ ആടി ഉലഞ്ഞു പോകുന്നത്. ആ ഗുളിക കഴിക്കട്ടെ കുഞ്ഞെ, ഇപ്പൊ തന്നെ വൈകി. എനിക്കാവശ്യം എന്നെ ഭരിക്കുന്ന ഒരു യജമാനല്ല, എന്നെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനെയാ. അതാവാൻ താലി കെട്ടിയ പെണ്ണ് അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന നിനക്ക് ഈ ജന്മം അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പറ്റില്ലടി. നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു പൂക്കോന്തം ഭർത്താവാനേ ഈ ജന്മത്തിലല്ല, ഒരു ജന്മത്തിലും എനിക്ക് പറ്റില്ല. എനിക്കതിന് താല്പര്യമില്ലടി. എനിക്കും ഇങ്ങനെ ഒരു ജീവിതത്തിൽ തീരെ താല്പര്യമില്ല. മടുത്തു. നരകം. ഇതിനകത്ത് വന്ന് കയറാൻ തന്നെ എനിക്ക് ഉറപ്പാ. അതേടി, നിനക്ക് അറയ്ക്കും. ഇങ്ങനെ രാവും പകലും ഇല്ലാതെ കറങ്ങി നടക്കുന്നത് നിനക്ക് പറഞ്ഞു. അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നല്ലോ നമ്മള്. ആ അടുപ്പത്തെയാണ് ഈ കൊറോണ കാലം അകലമാക്കി മാറ്റിയത്. എങ്കിലും അവരവരുടെ വീടുകളിൽ തന്നെ നിന്ന് മനസ്സിന്റെ ഒരുമ കൊണ്ട് കൊറോണ കാലത്തെ അതിജീവിച്ച് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് മുൻകരുതലുകളോടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരുപാട് നാളത്തെ ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഞങ്ങൾക്ക്. അതെല്ലാം സീരിയലിലൂടെ നിങ്ങൾക്ക് കാണാം. നിർത്തിയെടുത്തു നിന്നും തുടങ്ങുമ്പോ ഇനി അങ്ങോട്ടുള്ള കഥയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത പിരിമുറുക്കവും ശക്തിയുണ്ട്. ഇത് വെറുതെ പറയുന്നല്ല കേട്ടോ. ആ ഒരു ത്രില്ലോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടെന്നല്ലേ? മറുപടി ഞാൻ പറഞ്ഞ പിന്നെ നീയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം ഉള്ളത്? ഒരു കാര്യത്തിലേ എനിക്കിപ്പോ വിഷമമുള്ളൂ. നീ ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വയറ്റിൽ തന്നെ തീർന്നല്ലോ.
എന്താ ഇത്? ബ്രോ ഇവള് വെറുതെ നന്ദന പോ. നന്ദന ഞാനാ പറയുന്നത്, പോ. നീ വാ. ബ്രോ ഇവളെന്ത് വരാൻ. െങ്കിലോ താലി കെട്ടിയ ഒരു ഭാര്യയോട് സംസാരിക്കുന്ന പോലെയാണോ അവൻ സംസാരിച്ചത്? ഇതൊരുമാതിരി തെരുവി കിടക്കുന്ന പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന പോലെ. ഛേ! അല്ല, എന്റെ സംശയം അതല്ല. അവനെന്താ നന്ദന അവന്റെ ഭാര്യയാണെന്ന കാര്യം അങ്ങ് മറന്നുപോയോ? ആന്റി ഈ ചോദ്യം എന്നോടല്ല, സഹദേവൻ അങ്കിളിനോട് ചോദിക്ക്. ആന്റിയുടെ കാര്യം മറന്നു പോയോന്ന്. പോയിട്ട് ഒരുപാട് നാളായില്ലേ. പിന്നെ എന്റെ കാര്യം നോക്കാൻ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, അവര് നോയിക്കോളും. ആന്റി അതോർത്ത് കഷ്ടപ്പെടണ്ട. കാര്യം ഒഴിച്ച് എന്റെ ബ്രോ പറയുന്ന മറ്റെന്ത് കാര്യം ഞാൻ കേൾക്കാം. ഇതെനിക്ക് പറ്റില്ല. തെറ്റ് വന്നാൽ അത് തിരുത്തി പോണം, അതേ ഉള്ളു വഴി. അതിന് തെറ്റ് സംഭവിച്ചാലല്ലേ തിരുത്തേണ്ട കാര്യമുള്ളൂ. തെറ്റ് സംഭവിച്ചത് അവൾക്കാ. ആ തെറ്റ് തിരുത്താൻ അവള് തയ്യാറുമല്ല. ആര് പറഞ്ഞു തയ്യാറായില്ലെന്ന്? ദേ, നന്ദന ഒരിക്കൽ പിണങ്ങി പോയിട്ട് പോലും തെറ്റ് ബോധ്യപ്പെട്ട് തിരികെ വന്നവളാ. അതിന്റെ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞത്. അത് വെറും നാട്ടിയിരുന്നു എന്റെ ബ്രോ. നീ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ദേ, ഞാൻ പറയുന്നത് കേൾക്ക്. ജീവിതമാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരും. നീ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രവൃത്തിയിലും അറിഞ്ഞോ അറിയാതെയോ ഞാനും കൂടി കുറ്റക്കാരനാവുക. ഓ, താഴെ കിടന്നാ മതി. താഴെ കിടക്കാനോ? ഇന്നലെ വരെ ഞാൻ ഇവിടെയല്ലേ കിടന്നേ? അത് ഇന്നലെ വരെ, ഇത് ഇന്ന്. മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോ. ഇറങ്ങി താഴെ കിടക്കടി. അയ്യടാ, അവള് തൃച്ചംബരത്ത് വിലാസിനിയുടെ കൂടെ കിടക്കാൻ വന്നിരിക്കുന്നു. അതെ, ഇന്ന് മുതൽ തൃച്ചംബരത്തിന്റെ ഗൃഹനാഥൻ ഞാനാ. അത് നീ അങ്ങ് മറന്നുപോയോ? ഓ, അതാണോ കാര്യം? അല്പന ഐശ്വര്യം വന്നാ അർദ്ധരാത്രി കൊട പിടിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇത് അതിലും കൂടിപ്പോയി. ഇനി എന്തൊക്കെ കാണണോ ആവോ. എന്താടി നിനക്കൊരു പിറുപിറുപ്പ്? ആഹാ, കൊള്ളാലോ. നീ വീണ്ടും ചുറ്റിപ്പറ്റി കട്ടിലിൽ കയറിയോ? ഇറങ്ങടി, ഇറങ്ങടി താഴെ. ഇറങ്ങണോ? ഇറങ്ങാൻ. അയ്യ, പോ. ആ, അവിടെ കിടക്ക്. മിണ്ടുള്ളൂ ഞാൻ. അമ്മേ, പ്രണയം കൊണ്ടല്ല, പ്രാണനായതുകൊണ്ടാ. കൊള്ളാം. പണ്ടൊക്കെ നിന്റെ പ്രണയഭാഷ വരെ മൗനമായിരുന്നു. ആ കല്യാണി ഇപ്പോ ഇത്രയൊക്കെ മാറിയല്ലേ? എത്രയൊക്കെ. ഇന്നും പേടിയാ വല്യുകുഞ്ഞെ. കുറച്ചു നേരം എന്റെ വല്യുകുഞ്ഞിന്റെ അടുത്തിരുന്ന് സങ്കടങ്ങൾ പറയാനും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ എനിക്ക് പേടിയാ. അതുകൊണ്ട് തന്നെ കല്യാണിക്ക് രാത്രികളെ ഇഷ്ടമാ. രാത്രികളിൽ കാണുന്ന സ്വപ്നങ്ങളിൽ ആരെയും ഭയക്കാതെ എന്റെ വല്യുകുഞ്ഞിന്റെ കെട്ടിയോളായി ആ കൈയും പിടിച്ച് ഞാൻ ഒത്തിരി ദൂരം നടക്കാറുണ്ട്. അമ്മേ, അരവിന്ദ് കേക്കാൻ പറഞ്ഞതാ. ഇപ്പതേ ദേഷ്യത്തിലിറങ്ങി പോയിട്ടുണ്ട്. അതല്ലേ ഞാനും ആലോചിച്ചത്. അപ്പോഴേ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അരവിന്ദ് പോയോ? പോയി. അമ്മേ, ഇവിടെ വിലാസിനി അഖിലാന്റി കളിച്ചു തുടങ്ങി. അവരുടെ ടാർഗറ്റ് ഞാനും പെടാതിരിക്കില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക. അമ്മ വരാൻ തൃച്ചംബരത്തേക്ക്. എന്താ അതുപോലെ? ശരി അമ്മേ. ശരി. ഈ ഇഷ്ടങ്ങളൊക്കെ സ്വപ്നമായി കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യമൊക്കെ കല്യാണി. എന്നാ ഈ തലനോടത്തോട്ടെ.
ഇതാരാ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നേ? ആനന്ദ് എവിടെ? അരവിന്ദിനെ ഇവിടെ കിടത്തി ഉറക്കിയിട്ട് അവൻ എവിടെ പോയതായിരിക്കും? ഇനിയൊരു പക്ഷേ കല്യാണിയെ കാണാൻ ഔട്ട് ഹൗസിലേക്ക് പോയതായിരിക്കൂ. പോയിട്ട് വരട്ടെ, ഇന്ന് കൈയോടെ പിടിച്ചിട്ട് തന്നെ കാര്യം. അഖിലേച്ചിയും ശിവരാമേട്ടനും ഇല്ലാത്ത സമയം നോക്കി രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത പരിപാടിയാ. ആ വരട്ടെ വരട്ടെ. നിങ്ങളുടെ വായിലെ പല്ല് നിലത്ത് വീഴാത്തത് വിവരം കെട്ടവളാണെങ്കിലും നിങ്ങൾ എന്റെ ഇളയമ്മയാണെന്ന് എനിക്ക് തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും സഹോദരങ്ങൾ ആരൊക്കെയാണെന്നും നിങ്ങൾക്ക് അവര് മുന്നിലുള്ള സ്ഥാനം എന്താണെന്നും ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ജന്മം നൽകിയ മക്കളെ പോലും നിങ്ങൾ ഈ കണ്ണുകൊണ്ടേ കാണൂ. കടന്ന് പൊക്കോ എന്റെ മുന്നിൽ നിന്ന്. ഇനി ഒരു നിമിഷം എന്റെ മുന്നിൽ നിന്നാ ഞാൻ എന്നെ തന്നെ മറന്നു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലരിവിടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ അതിനെ നിർബന്ധിക്കരുത്. കടന്നു പോ എന്റെ മുന്നിൽ നിന്ന്. ഇരിക്ക്. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? സുഖം. അഖില മേഡം ശിവരാമ സാറും ഹരിദ്വാറിന് യാത്ര പോയിരിക്കുക. ഓ, തീർത്ഥാടനമായിരിക്കും. മാഡത്തിന്റെ ഇളച്ചനൊരാളുണ്ട്, ഭയങ്കര തപസ്യ, ത്രികാലജ്ഞാനി കൂടിയാ. ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ കൃത്യമായിട്ട് പറയും. അദ്ദേഹമാണ് മാഡത്തിനെയും സാറിനെയും ഹരിദ്വാറിലേക്ക് വിളിപ്പിച്ചത്. അപ്പോ സീരിയസ് ആയ ഏതെങ്കിലും കാര്യമായിരിക്കും അല്ലേ? ഏയ്, പ്രശ്നങ്ങളുണ്ടായിട്ട് വിളിപ്പിച്ചല്ല. അവിടെ എന്തോ പ്രത്യേകതരം പൂജാകർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാവാനാ സാധ്യത. കല്യാണി, നീ ചായയും കയ്യിൽ വെച്ച് ഇവിടുന്ന് സ്വപ്നം കാണുന്നു. അപ്പുറത്തിരിക്കുന്നത് നിന്റെ കഴുത്ത് താലി കെട്ടാൻ പോകുന്നതാണ്. പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെയും വേണോ ഈ സൽക്കാരമൊക്കെ? നിന്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഭർത്താവാൻ പോകുന്നതിനോ നീരജ്. വേറെ ഒരു ചിന്തയും നിന്റെ മനസ്സിൽ വേണ്ട. നീയായിട്ട് അവനെന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാക്കി വെച്ചാ മോളാൻ നോക്കില്ലേ ഞാൻ, പറഞ്ഞേക്കാം. കൊണ്ടുപോയി കൊടുക്കണി ചായ. അഖിലാമ്മയുടെവാ, ഞാനൊന്ന് എടുത്തോട്ടെ കുഞ്ഞെ. അതിനെന്താ, നിങ്ങൾ സംസാരിക്കുക. ഹലോ മാഡം. ഹലോ, ഞാൻ ഈ ചായ കുടിക്കാൻ വന്നതല്ല. എന്റെ പ്രതിശ്രുത വധുവിനോട് 2 വാക്ക് സംസാരിക്കാനാ. നമുക്കൊന്ന് പുറത്തേക്ക് നിന്നാലോ? വാ. എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. ഓക്കെ ഓക്കെ, എനിക്കും പോയിട്ട് ധൃതിയുണ്ടേ. ഇന്ന് കല്യാണ സാരി എടുക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. എന്നാ ശരി. ഞാനും ഒന്ന് വിലസാന്ന് തീരുമാനിച്ചിരിക്കുക. മറ്റുള്ളവരെ ഭരിക്കുന്നതേ ഒരു പ്രത്യേക സുഖമുള്ള ഏർപ്പാടാ. ഫോൺ വെച്ചേക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഇവളിതെവിടെ പോയിട്ട് വരുന്നു? ഇന്നലെ ഒരു നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ചോദിച്ചിട്ട് തന്നെയുള്ള വേറെ കാര്യം. വിലാസിനി ആന്റി ഉണ്ട്. വിലാസിനി ആന്റിയോട് ചോദിച്ച അനുവാദം വാങ്ങിയിട്ട് വേണം എവിടെയെങ്കിലും പോകാൻ. സൗകര്യമില്ലെങ്കിലോ? ദേ നോക്ക്,
മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അതിനാരുടെ അനുവാദം എനിക്ക് വേണ്ട. ഞാൻ ഈ തൃച്ചംബരത്ത് മൂത്ത മരുമകളാകാൻ പോകുന്നവളാ. നിന്നെ പോലെ ഗതിയില്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല. എന്താടി നോക്കുന്നേ? നിന്റെ പ്രൊഫൈല് എനിക്ക് കാണാപ്പാടാ. കല്യാണിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്ന പയ്യനെ വിവാഹ മണ്ഡപത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച കഥ മുതൽ. ആന്റി, എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ ഗംഗയോട് പറഞ്ഞു, അഖിലാന്റി കഴിഞ്ഞാൽ പിന്നെ വിലാസിനി ആന്റിക്ക് ആ സ്ഥാനമൊന്നും. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വിലാസിനി ആന്റിയോട് ചോദിച്ചിട്ട് വേണം പോകാനെന്ന്. അതിനിപ്പോ എന്താ തെറ്റ്? നീ പറഞ്ഞത് ശരിയല്ലേ? ആ, അതിന് അവള് പറഞ്ഞ മറുപടി വിലാസിനി ആന്റിയും ഞാനും ഒക്കെ തൃച്ചംബരത്തെ വെറും ഇത്തിൽ കണ്ണികളെന്ന്. അവൾ അങ്ങനെ പറഞ്ഞു? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇത്തിൽ കണ്ണിയെന്നോ വലിഞ്ഞു കയറി വന്നവളെന്നോ ഞാൻ അതങ്ങ് സഹിക്കും. പക്ഷെ ആന്റി അവള് പറഞ്ഞതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇനി അവൾ എന്റെ നേരെ വഴക്കിനെങ്ങാനും വന്നാ എന്റെ നിയന്ത്രണം വിട്ടുവോ? മാത്രമല്ല, അവൾ ആന്റി എന്തെങ്കിലും പറയുന്നതേ എന്റെ മുമ്പിൽ വെച്ചാവുമ്പോ അത് ആന്റിക്ക് കുറച്ചില്ലല്ലേ? ഇന്ന് ഒന്നുകിൽ ആന്റിയുടെ എനക്കെട് തീരും, അല്ലെങ്കിൽ അവളുടെ എനക്കെട് തീരും. ഏതായാലും പോര് തുടങ്ങാൻ സമയായി. എങ്ങനെയാ? കല്യാണി തൃച്ചംബരത്ത് നിന്ന് ഒഴിവാകണമെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം ദാസ് ഒഴിവാകണം. കൊല്ലാനോ? അതെ, ദാസ് കൊല്ലപ്പെടണം. ഇതാണ് പറ്റിയ സമയം. തൃച്ചംബരത്തെ വിശ്വസ്തനായ കാവൽ നായ ഉടമസ്ഥൻ എത്തുന്നതിന് മുൻപ് ചത്ത് മലക്കണം. പറഞ്ഞു നീട്ടുന്നില്ല, ഞങ്ങൾ വരികയാണ്. ഒപ്പം ഉണ്ടാവണം നിങ്ങളും നിങ്ങളുടെ സ്നേഹവും. അപ്പൊ കാണണം. കല്യാണി തൃച്ചംബരത്ത് നിന്ന് ഒഴിവാകണമെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം ദാസ് ഒഴിവാകണം. കൊല്ലാനോ? അതെ, ദാസ് കൊല്ലപ്പെടണം. ഇതാണ് പറ്റിയ സമയം. തൃച്ചംബരത്തെ വിശ്വസ്തനായ കാവൽ നായ ഉടമസ്ഥൻ എത്തുന്നതിന് മുൻപ് ചത്ത് മലക്കണം. അതിപ്പോ എങ്ങനെ ചെയ്യണ്ടേ? ഓരോ നിമിഷവും ഞാൻ ഉരുകി ഉരുകി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എന്റെ മനസ്സറിയാവുന്ന അമ്മയ്ക്ക് അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ അമ്മേ? എനിക്ക് വലിയ കുഞ്ഞില്ലാണ്ട് പറ്റില്ലെന്ന്. മനസ്സുകൊണ്ട് എന്നോ ഭർത്താവായി ഞാൻ സ്വീകരിച്ച ആളാ എന്റെ വലിയ കുഞ്ഞ്. ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എനിക്ക്. എനിക്കെന്നല്ല, ആത്മാർത്ഥ സ്നേഹത്തിന്റെ വില അറിയാവുന്ന ഒരു പെൺകുട്ടിക്കും അതിന് കഴിയില്ല. മനസ്സിൽ ഒരാളെയും വെച്ചുകൊണ്ട് മറ്റൊരാളോടൊപ്പം എങ്ങനെയമ്മേ ഞാൻ ജീവിക്കണേ? അച്ഛൻ എന്താ അത് മനസ്സിലാവാത്തെ? അച്ഛനായിരുന്നു എന്റെ അനിയൻകുട്ടിന്റെ ലോകം. ആ അച്ഛനിപ്പോ ആ കല്യാണി അറിയില്ല, അവളുടെ മനസ്സറിയില്ല. അച്ഛനോടുള്ള ഇഷ്ടത്തിന്റെയും ബഹുമാനത്തിന്റെയും ആഴം അറിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യണമെന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. മോളെ, ക്ഷമിക്കണം, മാപ്പാക്കണം. അച്ഛാ വേണ്ട, അച്ഛൻ കരഞ്ഞ എന്റെ നെഞ്ചു പൊട്ടിപ്പോവും. അത് താങ്ങാനുള്ള ശക്തി ഈ കല്യാണിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ,
ഈ അച്ഛനാ എന്റെ ലോകം. ഈ ലോകത്ത് ജീവിക്കാൻ എനിക്കിഷ്ടം. ഈ അച്ഛന് കല്യാണി നന്നായിട്ട് അറിയാം. ആന്റി സമ്മതിക്കൂ ആന്റി. എച്ചില് കൈ വെച്ചോണ്ട് കൈ തരേണ്ടെന്ന് വിചാരിച്ചിട്ടാ. നന്ദനെ, നന്ദനെ, മറുപടി ഒന്നും പറഞ്ഞില്ല. ആന്റി, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്. അവര് വന്ന് പരിഹരിച്ചോളും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാ. വീണ്ടും വീണ്ടും എന്നെ കൊണ്ടത് പറയിക്കരുത്. ഇങ്ങനെ അങ്ങ് ചവിട്ടാവോ? ഇത് നാടും അങ്ങ് പോയി. സ്വപ്നമായിരുന്നോ? ഞാൻ വിചാരിച്ചു തീർന്നെന്ന്. സ്വപ്നത്തിലായിട്ട് ഇത്രയും നല്ല സ്വപ്നമായിരുന്നു ആന്റി. കുരുത്തം കൊങ്ങയ്ക്ക് പിടിച്ച് കൊരവള്ളി പൊട്ടിക്കുന്നത് നല്ല സ്വപ്നം അല്ലേ? എണീറ്റ് പോടി, പോടി. പഴത്തിൽ പിടിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഒരു സ്വപ്നം മനുഷ്യൻ ഉറങ്ങാൻ വിടാതെ. ഇത് അമ്മ ഇരിക്കുന്ന ചെയറല്ലേ? ഇളയമ്മ എന്തിനാ ഇതിലിരിക്കുന്നത്? ചേച്ചി ഇല്ലാത്തപ്പോ ആ സ്ഥാനം എനിക്കാണല്ലോ. അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാം. അത് വേണ്ട. അമ്മയുടെ ഇരിപ്പിട അങ്ങനെ ആരും സ്വന്തമാക്കാൻ നോക്കണ്ട. ഇളയമ്മ അങ്ങോട്ട് മാറിയിരുന്നു. അതിനിപ്പോ ഞാനിത് സ്വന്തമാക്കിയില്ലല്ലോ. തൽക്കാലത്തേക്കല്ലേ? തൽക്കാലത്തേക്കാണെങ്കിലും അവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? സ്ഥിരം ഇരിക്കുന്നിടത്ത് ഇരുന്നാ മതി. മാറിയിരിക്കും.